തീവ്രമായ മഴ പെയ്യുന്ന ഒരു രാത്രിയായിരുന്നു അത്. കുന്നിൻ ചെരുവിലുള്ള ചെറിയ വീട്ടിൽ ഏലിയാമ്മയും മകൻ ജോണിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജോണിക്ക് നല്ല പനിയുണ്ടായിരുന്നു. മഴയുടെ തണുപ്പും പനിയും ചൂടും ജോണിയെ വല്ലാതെ വലച്ചു. ഏലിയാമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം മേശപ്പുറത്തിരുന്ന ബൈബിളും പ്രാർത്ഥനകളുമാണ്. മഴയുടെ ശക്തി കൂടിക്കൊണ്ടിരുന്നു. ജോണി വേദന കൊണ്ട് പൊളയുന്നത് ഏലിയാമ്മയെ കൂടുതൽ ഭയപ്പെടുത്തി. ആശുപത്രിയിലേക്ക് പോകാൻ വഴിയില്ല. ഏലിയാമ്മ മകനെ ചേർത്ത് പിടിച്ചു പറഞ്ഞു, മോനെ, നീ വിഷമിക്കേണ്ട, ദൈവം നമ്മെ സഹായിക്കും, ദൈവം നമ്മെ കൈവിടില്ല. വീണ്ടും ബൈബിൾ തുറന്ന് അവൾ വായിക്കുവാൻ തുടങ്ങി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വചനങ്ങൾ ഏലിയാമ്മയ്ക്ക് കൂടുതൽ ആശ്വാസം നൽകി. രാത്രി ഏറെ വൈകി. ജോണിയുടെ പനി കുറയുന്നതായി ഏലിയാമ്മയ്ക്ക് അനുഭവപ്പെട്ടു. രാവിലെ ജോണി സൗഖ്യമായി. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. ബൈബിളിൽ അനേകം വിശ്വാസത്തിന് മാതൃകകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം പരിപൂർണമായി ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ദൈവം അത് നീതിയായി കണക്കിട്ടു. അതുകൊണ്ട് വിശ്വാസത്തിൽ നിലനിൽപ്പാൻ, ശക്തിപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.